ബാഹ്യമായ ശ്രദ്ധയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ശ്രദ്ധ എത്രത്തോളം പ്രധാനമാണെന്ന് ഭീമസേനനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കുട്ടിക്കാലം മുതൽ തന്നെ കൗരവന്മാരുടെ ഭാഗത്തു നിന്ന് ഭീമൻ നിരവധി ആപത്തുകളെ നേരിട്ടു. അത് ഭീമനെ വളരെയധികം ജാഗരൂകനാക്കി. ഓരോ നിമിഷവും ജാഗ്രതയോടെ ഇരിക്കാനും നിസ്സാരവൃത്തികൾ പോലും ശ്രദ്ധാപൂർവം ചെയ്യാനും ഭീമൻ പഠിച്ചു. ആനക്കൂട്ടത്തിൽ തലവനായ കൊമ്പനാനയുടെ തുമ്പിക്കൈയിൽ ഒരു തടി കഷ്ണമുണ്ടാകും. ഓരോ ചുവട് വയ്ക്കുന്നതിന് മുൻപും ആ കൊമ്പൻ തടി കൊണ്ട് തറയിൽ ഇടിക്കും. അപകടമൊന്നുമില്ല എന്നുറപ്പുവരുത്തിയ ശേഷമേ അടുത്ത ചുവട് വയ്ക്കൂ. ഭീമനും അതുപോലെ ഓരോ ചുവടിലും ശ്രദ്ധാലുവായിരുന്നു. ഈ ശ്രദ്ധ കാരണം പാണ്ഡവർക്ക് ദുര്യോധനൻ സമ്മാനിച്ച മനോഹരമായ കൊട്ടാരം അരക്കില്ലമാണെന്ന വാസ്തവം മനസ്സിലാക്കാൻ ഭീമന് കഴിഞ്ഞു. അങ്ങനെ കുടുംബത്തെ രക്ഷിക്കാൻ കഴിഞ്ഞു. അതുപോലുള്ള ശ്രദ്ധയാണ് നമുക്കും വേണ്ടത്. ഇനി ഗുരുവചനം കേൾക്കാം. ഏതേതു വസ്തുക്കളാണോ നമ്മെ ബന്ധിപ്പിക്കുന്നത്, ഏതിനോടാണോ നമുക്ക് ഏറ്റവും ഇഷ്ടം തോന്നുന്നത്, അത് വേണം ഭഗവാൻ അർപ്പിക്കുവാൻ. ഒരമ്മ തനിക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നത് മാത്രമല്ലേ കുഞ്ഞിന് കൊടുക്കുകയുള്ളൂ. മാതാ അമൃതാനന്ദമയി ദേവി. അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച പ്രാതസ്മരണ സ്തോത്രത്തിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം. പ്രാതർനമാമി തമസഃ പരമർക്കവർണം പൂർണം സനാതനപദം പുരുഷോത്തമാഖ്യം യസ്മിന്നിദം ജഗദശേഷമശേഷമൂർത്തൗ രജ്വാം ഭുജംഗമൈവ പ്രതിഭാസിതം വൈ പ്രാതർനമാമി തമസഃ പരമർക്കവർണം പൂർണം സനാതനപദം പുരുഷോത്തമാഖ്യം യസ്മിന്നിദം ജഗദശേഷമശേഷമൂർത്തൗ രജ്വാം ഭുജംഗമൈവ പ്രതിഭാസിതം വൈ.